ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ അരുണാചലിലൊരു സക്ലി എന്നൊക്കെ പറഞ്ഞൊരു ഗ്രാമത്തിലാണ്ട. അപ്പോൾ നമ്മളിത് ഇന്നലെ താമസിച്ചത് ഇവിടെ ഒരു ചർച്ചുണ്ട്, ഇത് ഡോൺ ബോസ്കോടെ കേട്ടോ. അപ്പോൾ ഇതൊരു സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ റൂം കിട്ടിയേട്ടാ. അപ്പോൾ ഞാൻ മാത്രമല്ല രജിത്തും ഉണ്ട് ഇവിടെ. അപ്പോൾ എൻ്റെ സൈക്കിൾ ഇവിടെ, രജിത്തിൻ്റെ സൈക്കിൾ ഇവിടെ കേട്ടോ. അതെ, അതവിടെ പാക്ക് ചെയ്തിട്ടിരിക്കുന്നതാണ്. രജിത്തേ പണിയെടുത്തോണ്ടിരിക്കണേടാ. ഞങ്ങൾ ഇന്നലെ ഇവിടെ കിടന്ന് വെച്ചേടാ, നല്ല അടിപൊളി റൂമും അച്ഛനാ പ്രശ്നമാട്ടാ, കലിപ്പനാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഇത് പാക്ക് ചെയ്തിട്ടിരിക്കണേട്ടാ. നമ്മൾ ഏകദേശം ഒരു 3 മാസം ഞങ്ങൾ ലാസ്റ്റ് ഗുവാഹട്ടിയിൽ വെച്ച് കണ്ടാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് മീറ്റ് ചെയ്യണത്. അപ്പൊ രക്ഷയില്ലാട്ടാ. ഇനിയിപ്പോ മേലിലേക്ക് സീനാണ് മോനെ. ഇനിയിപ്പോ പ്രശ്നമാണ്. ഇപ്പം എന്തായാലും ഞങ്ങൾ പയ്യെ പാക്ക് ചെയ്ത് ഇവിടെ ഇറങ്ങി കേട്ടാ. ഇത് ഓറഞ്ചൊക്കെ അച്ഛനോട് ഈ പുള്ളി കഴിച്ച് മടുത്തിട്ടാ ചോദിച്ചു. ചോദിച്ചു നോക്കട്ടെ, സ്നേഹത്തോടെ കൊടുക്കണെന്ന് പറയാല്ലേ. ഞങ്ങള് പിരിയണേണ്, എന്താ പറയാനുള്ളത്. ഇത് നമ്മള് നീലാകാശ സിനിമയിൽ രണ്ടുപേരും ഇങ്ങനെ പിരിയുമല്ല, അങ്ങാടും ഞാൻ ഇങ്ങാടും. പക്ഷെ അതാണ് അവസ്ഥ. ശരിയാണല്ലോ. ഓക്കെ, ഞങ്ങള് പിരിഞ്ഞാട്ടാ. രജിത് ബ്രോ ഇപ്പൊ നേരെ പോണത് തവാങ്ങിലേക്കും, ഞാൻ നേരെ പോണത് ഇറ്റാനഗറിലേക്കും ആട്ടാ. എന്നാലും വല്ലാത്ത സന്തോഷം ഉണ്ട് കേട്ടാ. ഞങ്ങള് എന്താ പറയുക, യാത്രയിലൂടെ പരിചയപ്പെട്ട ആൾക്കാരാണ്. നേരിട്ട് പോലും ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെ ഞങ്ങൾ നല്ല കമ്പനിയായി എല്ലാ ദിവസവും വിളിയും കാര്യങ്ങളും യാത്ര വിശേഷങ്ങളൊക്കെ ചർച്ച ചെയ്യലും അതൊക്കെ വല്ലാത്ത സന്തോഷമുള്ള കാര്യമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലാസ്റ്റ് ഗുവാഹട്ടിയിൽ വെച്ചാണ് മീറ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3 മാസമൊക്കെ ആയിരുന്നു തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ വല്ലാത്ത സന്തോഷമുണ്ട്. അപ്പം നമ്മളിത് ഇറ്റാനഗർ പോണ റൂട്ടിലാണ്ടത്. മോസി. अच्छा हाय भैया, आपका नाम क्या है? अनमोल. अनमोल, हाय. हाय दीदी, हाय नमस्ते. आप लोग कहाँ से? बिहार का है ना? अच्छा, बिहार कौन सा जगह पे? गोपालगंज है ना? अच्छा, यहाँ में कितना साल होगा लगभग? फादर को मैं 25 इयर्स हो चुका है। अच्छा, और मैं जब से बॉर्न हुआ तब से मैं यहीं पे हूँ। अच्छा, मुझे 21 इयर्स हो चुका है। स्कूल का नाम क्या है? डोनीपोलो। अच्छा, ये आप लोग यहाँ में टीचिंग वगैरह करते? हाँ. अच्छा, नमस्ते. अच्छा, ओके, थैंक यू दीदी. हाय भैया, आपका नाम क्या है? मेरा नाम हामिद हुसैन. आप तो बिहार का है ना? अच्छा. ये आपका दुकान है भैया? अच्छा, നമ്മളിവിടെ ഷോപ്പിങ്ങിനായിട്ട് വന്നിട്ടാ. ആ ब्लॉगिंग है, मेरा छोटा चैनल है. हम लोग आज शॉपिंग करने के लिए आया. നമ്മൾ ഇപ്പോൾ ആ ഒരു ഫാമിലിയോടൊപ്പം ഇവിടെ ഒരു ചെറിയൊരു പിക്നിക് പോലെ വന്നേക്കണേട്ടാ. അപ്പോൾ അതിൻ്റെ അടുത്തൊരു ചെറിയൊരു അരുവിയുണ്ട്, കണ്ടില്ലേ? നല്ല അടിപൊളിയായിട്ടാണ് ഒഴുകി പോണത്. നല്ല ഭംഗിയായിട്ട് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി. അതുപോലെ തന്നെ അവരെല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കാമല്ലാന്ന് വെച്ചേട്ടാ. ഇത് ശരിക്കും ഒരു പിക്നിക് സ്പോട്ടാണ്. ഇതെന്താ പറയുക, ഒരു കോട്ടേജ് ഒക്കെ പോലത്തെ ഒരു സംഭവം. കോട്ടേജ് അല്ല, ഒരു ക്യാമ്പിംഗ് സൈറ്റ് പോലത്തെ സംഭവം കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അവരവിടെ ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്യാൻ കേട്ടോ. ഞാൻ അവരെ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇവിടെ കേട്ടോ അവർ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണത് ഉണ്ടല്ലേ. ഇത് ശരിക്കും നല്ല ഉള്ളിലുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ. ഇവിടെ അങ്ങനെ അടുത്ത് ഗ്രാമങ്ങളൊന്നുമില്ല. കുറച്ച് ഏകദേശം 1 കിലോമീറ്റർ മാറുമ്പോഴാണ് ചെറിയ ചെറിയ വീടുകൾ കാണാൻ പറ്റണത്. ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കണേ കേട്ടാ. हाय भैया, हाय दीदी, हाय. ये जगह का नाम क्या है? सगाली है ना? सगाली का अंडर में है ना? अच्छा, ये तो अच्छा, ये तो कैंपिंग वगैरह पिकनिक स्पॉट वगैरह है ना? अच्छा, ये हाय करेगा.
भैया आज तो क्या है, क्या क्या बनाएगा? आज आज चिकन फ्राई बनेगा, चिकन रोस्टिंग बनेगा, उसके बाद से बॉइल्ड एग बनेगा. अच्छा ये तो बॉयल है क्या? ഇവിടെ പ്രിപ്പറേഷൻ നടന്നിരിക്കുന്നുണ്ടാ കണ്ടില്ലേ? ഇവിടെ ചിക്കൻ ഉണ്ടാക്കാണ്ട് ഒരു സൈഡിൽ, അതുപോലെ തന്നെ നമ്മളിവിടെ ഇത് കഴിച്ചിരിക്കുന്നുണ്ടാ. पास्ता तो आप लोग घर में बना लिया? हाँ, अच्छा पास्ता इसने बनाया अब बनाया. टॉप क्लास का. കരിക്കും വെള്ളം ഉണ്ടോ? നമ്മൾ സഗാലിയിൽ നിന്നും ഇറ്റാനഗർ പോണ വഴിക്കാണ്ട് ഇവരെ പരിചയപ്പെട്ടത്. നമ്മളെ കണ്ട ടൈമിൽ ഇവരെന്നെ വീട്ടിലേക്ക് ഇൻവൈറ്റും ചെയ്ത്, അതുപോലെ തന്നെ എന്നോട് പറഞ്ഞു ഞങ്ങൾ ഇന്ന് ഒരു പിക്നിക്ക് പോകുന്നുണ്ട്, ഞങ്ങളുടെ ഫാമിലി ആയിട്ടാണ്, അപ്പം നിങ്ങളും വന്നോ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചേട്ടാ. അങ്ങനെയാണ് ഞാൻ ഇവരുടെ കൂടെ കൂടിയതേട്ടാ. പക്ഷെ നല്ല അടിപൊളി ആൾക്കാരാണ്, എന്താ പറയണമെന്ന് അറിയില്ല, വല്ലാത്ത സ്നേഹം. ഇവർ ശരിക്കും ബീഹാറിലുള്ള ആൾക്കാരാണ്. ഇവിടെ ഒരു സ്കൂളാണ് കേട്ടോ, ആ സ്കൂളിലെ ടീച്ചേഴ്സാണ്, അതുപോലെ തന്നെ ഇവരുടെ മക്കൾ ഓരോ സ്ഥലങ്ങളൊക്കെ ആയിട്ട് പഠിക്കുന്നുണ്ടാ. അങ്ങനെയാണ് ഇവരുടെ കൂടെ നമ്മളും കൂടിയത്. അത് അങ്ങനെ ഇവർ ചിക്കനൊക്കെ മേടിച്ചിട്ടുണ്ടാകുന്നേട്ടാ. ചിക്കൻ പൊരിച്ചതും ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. इसको हो गया. ഇവിടെ ഫുഡ് റെഡിയായി. ചോറ്, ചിക്കൻ. ഹായ് ഭയ്യ. आज का स्पेशल है ना? हाय. അപ്പൊ ഇതാണ്ട ഫുഡ്. बाद में जाके इंस्टाग्राम प्रोफाइल पे जाके खुद लाइक मेरे सिकन को देखा मैंने तो लगवा ले आवा कभी. हाँ पूरा सा ग्रेवी. हम तो नहीं खाया.